ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഏതൊക്കെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ വരണതെന്നും കൂടി നോക്കാം. അപ്പോൾ എന്തിനാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അതിനായിട്ട് തന്നെ അപ്പോൾ ഇതിനോട് അനുബന്ധപ്പെട്ടൊരു ടേമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നത്. അതായത് നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗ്യാപ്പ് എന്നും പറയും. ഗ്യാപ്പ് ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ആർ ഫോളോഡ് വൈൽ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും സർട്ടൻ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുക. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. വൺ ഈസ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആൻഡ് വൺ ഈസ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ വരുന്ന കോൺസെപ്റ്റ്സ് ഇതൊക്കെയാണ്: മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസിൽ ഏതൊക്കെയാണ് നോക്കൂ: ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം വിത്ത് എക്സാമ്പിൾസ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. Money measurement concept in accounting, also known as measurability concept, means that only transactions and events that are capable of being measured in monetary terms are recognized in financial statement. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൺലി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണോ മോണിറ്ററി ടേംസിൽ മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റണം അതിനെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എംപ്ലോയീസിൻ്റെ ഹോണസ്റ്റി, ഹാർഡ് വർക്കിംഗ് ഒക്കെ അസറ്റാണ്. പക്ഷേ എന്നാലും തന്നെ അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. അതുകൊണ്ട് തന്നെ അത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്കതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമത്തെ കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് പ്രകാരം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. The business entity concept states that the transaction associated with a business must be separately recorded from those of its owners or other businesses. അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് വേറെയാണ്, ബിസിനസ് മെൻ വേറെയാണ്. അതായത് ഓണർ സെപ്പറേറ്റ് ഫ്രം ദ ബിസിനസ്. അതനുസരിച്ചിട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് റെക്കോർഡ് ചെയ്യുക, ആൻഡ് നെവർ ഫ്രം ദ വ്യൂ പോയിൻ്റ് ഓഫ് എ ബിസിനസ്മാൻ. നമ്മൾ ഒരിക്കലും പ്രൊപ്പറേറ്ററുടെ അതായത് ഓണറുടെ വ്യൂ പോയിൻ്റിൽ അല്ല ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്മാന് ഒരു രാം എന്നെടുക്കാം. അയാളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതൊന്നും ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി അല്ല, അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലായിരിക്കും. അപ്പോൾ ആ ക്യാപിറ്റൽ വന്നിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലയബിലിറ്റിയാണ്, അത് കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ്. അത് ഈവൻ ദോ ഇറ്റ് ഈസ് രാമിൻ്റെ പേരിൽ തന്നെയാണ് ഒരു ബിസിനസ്, പക്ഷേ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഓണർ രാം. അപ്പോൾ നമുക്കിതിന്ന് എന്ത് മനസ്സിലാക്കാം? ബിസിനസ് ഈസ് സെപ്പറേറ്റ് ഫ്രം ദ ഓണർ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കൺസെപ്റ്റായ ഗോയിങ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. While recording the business transactions in the books of accounts, we assume that business will be carried on indefinitely. അതായത് നമുക്കറിയില്ല അത് ഒരുപാട് പീരീഡിന് അത് കണ്ടിന്യൂ ചെയ്യും എന്ന ഒരു ഇതിലാണ് നമ്മളത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് ഇനി ഒരു ഫ്യൂച്ചറിലേക്ക് ഒരുപാട് കാലം അത് മുന്നോട്ട് പോവും എന്നൊരു അസംഷനിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ ഈ ആക്ടിവിറ്റി എപ്പോഴും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ ബിസിനസ് നടത്തുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിസിനസ്സിൽ ഫിക്സഡ് അസറ്റായിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത്. അല്ല ഇന്നോ നാളെ അവസാനിക്കും എന്നുള്ളൊരു അസംഷൻ ആണെങ്കിൽ നമുക്ക് അതിപ്പോൾ ലീസിനെടുത്താൽ മതി. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഈ ബിസിനസ് ഉണ്ടാവുന്ന വരെ അത് വേണമെന്നുള്ളതിലാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അടുത്ത കോൺസെപ്റ്റാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. The cost principle is an accounting concept that requires that all business transactions must be recorded in the monetary cost of acquisition. ഇതിന് സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ 2015 ഒരു അസറ്റ് വാങ്ങിച്ചു, അതായത് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു. ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് അന്ന് 20 lakhs ആണ്. ബട്ട് ഇപ്പം അതൊരു 5 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ വില നല്ലോണം കൂടി അത് 40 lakhs വിലയായി. പക്ഷെ നമ്മളതിനെ ഒരിക്കലും അതിൻ്റെ ഇപ്പോഴത്തെ വിലയിലല്ല എഴുതുക. അത് നമ്മുടെ അക്വിസിഷൻ കോസ്റ്റ്, അതായത് എത്രയ്ക്കാണോ വാങ്ങിച്ച് ആ ഇതിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതായത് 20 lakhsനാണ് നമ്മൾ കാണിക്കുക. അതിനെയാണ് നമ്മൾ ഈ ഒരു ഇതിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ മോണിറ്ററി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, എന്താണോ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ, അസറ്റ് അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തത് ആ ഇതിൽ വാല്യൂവിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്നും പറയും. അപ്പോൾ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. The dual aspect concept indicates that each transactions made by a business need to be recorded in 2 separate accounts. These accounts form a basis of double entry accounting and the other financial accounting which is used to generate reliable financial statement. അതായത് അക്കൗണ്ടൻസിയിൽ നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റും ഉണ്ടായി. ഇതിനെ നമ്മൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡബിൾ എഫക്റ്റ് ഉണ്ട്. ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ വാങ്ങിച്ചു ബിസിനസ്സിൽ. അപ്പോൾ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യുന്ന? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് എന്താണ് ക്രെഡിറ്റ് ചെയ്യണം? നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ക്യാഷാണ്, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഡെബിറ്റും ഉണ്ട്, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു ക്രെഡിറ്റും ഉണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. ഈ ഇതിനെയാണ് നമ്മൾ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. An accounting period concept in bookkeeping is the period with reference to which accounting books of an entity are prepared. It is the period for which books are balanced and the financial statements are prepared. Generally, the accounting period consists of 12 months. അതായത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്നുള്ളത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് എൻഡ് ഓഫ് ദ ലൈഫാണ്. അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ അവസാനമാണ് നമുക്ക് ശരിക്കും പറയാൻ പറ്റും. പക്ഷേ നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് എന്ന് തീരെ അതുവരെ നമ്മൾ കണക്കൊന്നും നോക്കാണ്ട് വെക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓരോ വർഷത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യും. യൂഷ്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യണത് 12 months പീരീഡ് എടുത്തിട്ടാണ് അക്കൗണ്ടിങ് പീരീഡ്. അതായത് അതിൽ നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു വർഷത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു ബിസിനസ് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ നമുക്ക് ഈ ഇൻഡെഫിനിറ്റ്ലി പീരീഡ് വരെ നമുക്കൊരു ബിസിനസ്സിൻ്റെ കാത്തിരിക്കാൻ പറ്റില്ല. ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് അതിൻ്റെ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അവസാനം വരെ നമുക്ക് ബിസിനസ് ഇപ്പോൾ 15 കൊല്ലം പറഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി 12 months ആയിട്ട് നമ്മൾ നോക്കും. യൂഷ്വലി എല്ലാ ഫേംസിലും ഫോളോ ചെയ്യുന്നത് April 1 തൊട്ടിട്ട് അടുത്ത വർഷം March 31 വരെയാണ്. പക്ഷേ ചില സർട്ടൻ ഫേംസിലൊക്കെ January 1 മുതൽക്ക് December 31 വരെയും ഫോളോ ചെയ്യുന്നത് ഉണ്ട്. അടുത്തതായിട്ട് മാച്ചിങ് കോൺസെപ്റ്റ്. ദ മാച്ചിങ് കോൺസെപ്റ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് പ്രാക്ടീസ് whereby firms recognize revenues and their related expenses in the same accounting period. അതായത് എപ്പോഴാണോ അത് കിട്ടിയത് അതേ പീരീഡിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യും, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ. ഒരു എക്സാമ്പിൾ പറയുകയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെയിൽസ് 20 lakhsന് ചിലവായി.
അപ്പോൾ ഇതിന് 20 lakhs സെയിൽസ് നടന്നുവെങ്കിൽ അതിൽ നിന്ന് 16 ലക്ഷം നമുക്ക് എക്സ്പെൻസ് ഉണ്ടായി. അപ്പോൾ ഈ 16 ലക്ഷം അതേ പീരീഡിൽ തന്നെ ആയിരിക്കും. എപ്പോഴാണോ ഈ സെയിൽസ് 20 ലക്ഷം കാണിച്ചിരിക്കുന്നത് അതേ വർഷമായിരിക്കും, അതേ അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ ഈ എക്സ്പെൻസ് 16 ലക്ഷത്തിൻ്റെ ഈ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അടുത്ത കോൺസെപ്റ്റാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദ റിയലൈസേഷൻ പ്രിൻസിപ്പൾ ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് റവന്യൂ ക്യാൻ ഓൺലി ബി റെക്കഗ്നൈസ്ഡ് once the underlying goods or service associated with the revenue have been delivered or rendered respectively. Thus, revenues can only be recognized after it has been earned. അതായത് ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. മിസ്റ്റർ റാം അയാൾ സെയിൽ ചെയ്തത് ഒരു ജാനുവരി 2013 അയാൾ 20 lakhs സെയിൽ ചെയ്തു. പക്ഷേ അയാൾക്ക് ഫുൾ എമൗണ്ട് 20 lakhs കിട്ടിയത് 2013 ഡിസംബറിലാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് അത് റെക്കഗ്നൈസ് ചെയ്യുക? അത് റിയലൈസ് ചെയ്യുന്നത് ജാനുവരി തന്നെ 2013 തന്നെ റെക്കഗ്നൈസ് ചെയ്യും. എന്നാണോ അയാൾ സെയിൽ ചെയ്തത് അന്ന് തന്നെ നമുക്കത് റിയലൈസ് ചെയ്യും. എന്നാണോ അത് കിട്ടിയത് എന്നല്ല നമ്മൾ നോക്കുക. അതിനെയാണ് നമ്മൾ ഈ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. The objectivity principle is the concept that the financial statement of an organization be based on solid evidence. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഐറ്റംസിനൊക്കെ എവിഡൻസ് വേണം പ്രോപ്പറായിട്ട്. അതായത് നമ്മൾ ഗൂഡ്സ് വർത്ത് റുപ്പീസ് ഇത്ര വിറ്റു, അപ്പോൾ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ അതിൻ്റെ വൗച്ചേഴ്സും ഡോക്യുമെൻസും എല്ലാം തന്നെ നമുക്ക് റെസിപ്റ്റും എല്ലാം വേണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റിലേക്ക് എത്തി. ഏതാണെന്നറിയോ? അക്രൂവൽ കോൺസെപ്റ്റ്. Accrual concept is the most fundamental principle of accounting, which requires recording revenues when they are earned and not when they are received in cash, and recording expenses when they are incurred and not when they are paid. അതായത് നമ്മൾ എന്ന് പേ ചെയ്തു എന്നുള്ളത് അല്ല നോക്കുക, എന്നാണ് അത് ഇൻക്വയറി ചെയ്ത് അപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു റവന്യൂ സെയിൽസ് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു റവന്യൂ ആണ് നമ്മുടെ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ നമ്മൾ സെയിൽ ചെയ്തു, പക്ഷെ നമ്മൾക്ക് കാശ് കിട്ടിയത് എപ്പോഴാണ്? ഡിസംബറിലാണ്. അപ്പോൾ നമ്മൾ ഈ ജനുവരിയിൽ കിട്ടിയത് നമ്മൾ കിട്ടിയ അപ്പോഴാണ് അത് ഫുള്ളായിട്ട് കിട്ടിയത് നമുക്ക് ഡിസംബറിലാണെങ്കിൽ കൂടി ജനുവരിയിൽ നമ്മൾ സെയിൽ ഗുഡ്സ് പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക ജനുവരിയിലാണ് ആ സെയിൽസ് റെക്കോർഡ് ചെയ്യുക. ഈ ഫോളോ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുക. ഇതോടെ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൺവെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കൺവെൻഷൻസ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 4 കൺവെൻഷൻസ് ഉണ്ട്. ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ, കൺസിസ്റ്റൻസി കൺവെൻഷൻ, പിന്നെ കൺസർവേറ്റിസം കൺവെൻഷൻ ആൻഡ് 4ാമത്തത് മെറ്റീരിയാലിറ്റി കൺവെൻഷൻ. ഇങ്ങനെ 4 കൺവെൻഷൻസ് ഉണ്ട്. അതിൽ എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ? ദ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ഈസ് എ കോൺസെപ്റ്റ് that requires a business to report all necessary information about their financial statements and other relevant information to any persons who are accustomed to reading this information. ആർക്കൊക്കെയാണോ ഇൻഫർമേഷൻ വേണ്ടത് അവർക്ക് എല്ലാ ഇൻഫർമേഷൻ തന്നെ എല്ലാ നെസസറി ആയിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ഡസ് നോട്ട് മീൻ ലീക്കിംഗ് ഔട്ട് ദി ബിസിനസ് സീക്രസി. നമ്മുടെ ബിസിനസ് സീക്രസി ലീക്ക് ചെയ്യണമെന്നില്ല. ബട്ട് ഡിസ്ക്ലോസിങ് ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്. എന്തൊക്കെയാണോ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ അത് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ബിസിനസ്സിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതൊന്നും കാണിക്കുക എന്നുള്ളതല്ല. അടുത്ത കൺവെൻഷനാണ് കൺസിസ്റ്റൻസി കൺവെൻഷൻ. In accounting, the convention in consistency is a principle that the same management accounting principles എന്താണ് അക്കൗണ്ടിങ് ഏത് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ അതുതന്നെയായിരിക്കും നമ്മൾ അടുത്ത ഓരോരോ അക്കൗണ്ടിങ് പീരീഡിലും നമ്മൾ എല്ലാ അക്കൗണ്ടിങ് പീരീഡിലും ഫോളോ ചെയ്യണം. അതെന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെയാണെങ്കിലാണ് കമ്പാരിസൺ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ദ കൺവെൻഷൻ ഇൻ കൺസിസ്റ്റൻസി ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ദ സെയിം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ
preparing financial statements over a number of time periods. This enables the management to draw important conclusions regarding the working of the concern over a longer period. അതായത് ഒരു ലോങ്ങർ പീരീഡിന് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഇങ്ങനെ ആകുമ്പോൾ സഹായിക്കും. കാരണം കമ്പാരിസൺ ഈസ് ഈസിയർ. കാരണം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവും. കൺസർവേറ്റിസം കൺവെൻഷൻസ്, അതായത് ദ കൺസർവേറ്റിസം പ്രിൻസിപ്പൾ ഈസ് ദ ജനറൽ കോൺസെപ്റ്റ് ഓഫ് റെക്കഗ്നൈസിങ് എക്സ്പെൻസസ് ആൻഡ് ലയബിലിറ്റീസ് ആസ് സൂൺ ആസ് പോസിബിൾ വെൻ ദർ ഈസ് അൺസർണിറ്റി അബൌട്ട് ദ ഔട്ട്കം, but to only recognize revenues and assets when they are assured of being received. അതായത് നമ്മൾ കുറച്ച് സേഫായിട്ടുള്ളൊരു പോളിസി അഡോപ്റ്റ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പെൻസസ് വരുമെന്ന് തോന്നുന്ന എക്സ്പെൻസൊക്കെ നമ്മൾ കാണിക്കും. എന്നാൽ ഫ്യൂച്ചറിൽ വരുന്ന ഇൻകം, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഇൻകം നമ്മൾ കാണിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഓൾ ദ പ്രോസ്പെക്റ്റീവ് ലോസസ് ബട്ട് ലീവ് അസൈഡ്സ് ഓൾ ദ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്സ്. അതായത് ഫ്യൂച്ചറിൽ വരുന്ന പ്രോസ്പെക്റ്റീവ് ലോസസ് ഒക്കെ റെക്കോർഡ് ചെയ്യും, എന്നാൽ ഫ്യൂച്ചറിലുള്ള നമ്മുടെ പ്രോഫിറ്റ്സ് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്ത് കാണിക്കില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺസർവേറ്റിസം കൺവെൻഷൻ എന്നും പ്രൂഡൻസ് എന്നും പറയും. അപ്പോൾ മെറ്റീരിയാലിറ്റി കൺവെൻഷൻ, ഈ കൺവെൻഷനിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. According to materiality convention, only those transaction important fact and items are shown which are useful and material for the business. The firm need not record events which are insignificant and immaterial. അതായത് ബിസിനസ്സിന് നമ്മുടെ എന്തൊക്കെയാണോ ട്രാൻസാക്ഷൻ, ഏതൊക്കെയാണോ ഫാക്ട്സും ഐറ്റംസും ഒക്കെ ആവശ്യമുള്ളത് അത് മാത്രമേ റെക്കോർഡ് ചെയ്യൂ. അല്ലാതെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതും, അതായത് ഒരു ആവശ്യമില്ലാത്ത ഒരിക്കലും നമ്മുടെ റിസൾട്ടിനെ ഒരു തരത്തിലും ബാധിക്കാത്ത ചില ഐറ്റംസ് ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അതാണ് മെറ്റീരിയാലിറ്റി കൺവെൻഷൻ. ഇതോടെ നമ്മൾ എല്ലാ പ്രിൻസിപ്പിളിലെ 2 ഐറ്റംസ്, കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ 3 ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.